ഭയം ഇല്ല. പക്ഷെ വരും, തീർച്ചയായിട്ടും കള്ളക്കേസുകൾ എനിക്കെതിരെ വരും, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ കൊല്ലപ്പെടും, അതിനൊക്കെ സാധ്യതയുണ്ട്. മൃഗീയമായിട്ടുള്ളൊരു ബലാത്സംഗം, അങ്ങനത്തെ ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തും. വന്ന് പറയുമ്പോൾ ഈ മാസപ്പടി എത്തുന്നത്, ഈ ഗുണ്ടകൾ പിരിക്കുന്ന പൈസ എത്തുന്നത് പോലീസിലേക്കാണ്. പക്ഷെ കത്ത് എഴുതി എന്നതൊരു കുറ്റമായി കണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ തുടർച്ചയായിട്ടാണല്ലോ ഇപ്പോൾ പിരിച്ചുവിട്ടതും. അതാണ് സംഭവിക്കുന്നത്. അതായത് ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ പാടില്ല, പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിനൊന്നും തെളിവുണ്ടാവില്ല. ഈ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഒരു വർഷം ഒരു 7-8 തവണയെങ്കിലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്. 7-8 അല്ല, ആഴ്ചയിൽ ഒരു 8 ദിവസത്തിന്റെ ഇടയിൽ 6 പേരും മരണപ്പെട്ട സംഭവമൊക്കെ. മരിച്ച വാർത്ത വരുന്ന ആ സെക്കൻഡിൽ കുടുംബ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുള്ള ആളാണ്, മദ്യപാനാണെന്നൊക്കെ പറഞ്ഞ് ചേർത്തടിച്ചു വിടുന്ന ആ സാധനമായിരിക്കും പിന്നെ മൊത്തം പോവുക. അപ്പൊ അത് ആ ഓപ്പറേഷൻ കൃത്യമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കാലത്ത് LDF ആണെങ്കിലും UDF ആണെങ്കിലും പോലീസുകാരുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയാൻ ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. താൻ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അതിനൊരു നിയന്ത്രണം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണുന്നത് അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. പോലീസിലെ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയില്ല, ഹോം മിനിസ്റ്റർക്ക് അറിയില്ല. ഇപ്പൊ തന്നെ പോലീസുകാരുടെ തുടർച്ചയായിട്ട് ആത്മഹത്യകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ യോഗ ചെയ്താൽ പ്രശ്നം തീരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യോഗ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഭയങ്കര കോമഡിയാണ്. സമ്മർദ്ദം തീർക്കാൻ വേണ്ടി യോഗ വെക്കുന്നു. അങ്ങനെ നമ്മൾ അവസാനം 8 മണിക്ക് ശേഷം എത്തേണ്ട ആൾ യോഗ ചെയ്യാൻ വേണ്ടി 7 മണിക്ക് വരണം. 7 മണിക്ക് വരണമെന്ന് വെച്ചാൽ തലേദിവസം കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യം ഇതൊക്കെ ആലോചിച്ച് ഇപ്പം പ്രത്യേകിച്ച് വനിതാ പോലീസുകാരൊക്കെ ആണെങ്കിൽ എത്ര ബുദ്ധിമുട്ടും. അപ്പൊ സമ്മർദ്ദം കൂട്ടല്ലാണ്ട് കുറയ്ക്കുന്ന പരിപാടികളൊന്നുമില്ല. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. പിന്നെ രാഷ്ട്രീയം, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക LDF ഭരിക്കുമ്പോൾ ഈ സഖാക്കന്മാർക്കൊക്കെ സ്റ്റേഷൻ്റെ ഭയങ്കര പ്രാധാന്യമായിരിക്കുന്നതാണ്. പക്ഷെ അത് താഴേക്കിടെയുള്ള സഖാക്കന്മാർക്കൊന്നും കിട്ടുന്നത് ഞാൻ സ്റ്റേഷനുകളിൽ കണ്ടിട്ടില്ല. സാധാരണ ഇപ്പം നമ്മൾ സൗദി വെള്ളയ്ക്ക് എന്ന സിനിമയിൽ ബിനു പപ്പുവിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു അയൽവാസിയുടെ ഒരു പ്രശ്നം വന്നു, ഇത് തമ്മിലൊരു അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ അയാൾ ഒരു ഹെൽമെറ്റിന് പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നാട്ടിലെ വളരെ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയക്കാരൻ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധം ഉണ്ടാവും. അവിടെ ചെല്ലും, സാറേ ഇങ്ങനെയാണ് പ്രശ്നം, നമ്മൾ പാവാണ്, ഇനി ആവർത്തിക്കൂല എന്നൊക്കെ പറയും. അത് ഒരു സഹകരണം. പക്ഷെ അങ്ങനത്തെ ടീമുകൾക്കൊന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കാണുന്നില്ല. കാരണം അവരടുപ്പിക്കില്ല. പകരം എവിടെ നിന്നൊക്കെയുള്ള താപ്പാനകൾ. ഇപ്പൊ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അയാളാണ് ഷട്ടിൽ കോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്, ആറന്മുള. അപ്പൊ അയാൾ വന്നിട്ട് നമ്മുടെ മേശപ്പുറത്ത്, അയാൾ നമ്മൾ ഇരുന്ന് കേസ് എഴുതുമ്പോൾ നമ്മളെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അയാൾ സംസാരിക്കും. മേശപ്പുറത്താണ് വന്നിരുന്നത്. അതായത് നമ്മളെ എന്റെ മേശയിൽ ഇരിക്കില്ല, പക്ഷെ അപ്പുറത്തിരിക്കുമ്പോൾ മേശപ്പുറത്ത് കയറി ഇരുന്നിട്ടൊക്കെ അയാൾ സംസാരിക്കുക. അപ്പൊ അങ്ങനെ എന്നിട്ട് അയാളുടെ അമ്മ ഒരു മിസ്സിങ് ആയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അയാൾ പറഞ്ഞ പോലെ പണിയെടുക്കാത്തതിന് SI ചീത്ത വിളിക്കുകയും അങ്ങനെ SI പിന്നെ ശബരിമലയ്ക്ക് വിടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് ശരിയാ. അപ്പൊ അത്രയ്ക്കുള്ള ചില സ്വാധീന ശക്തികൾ, ചില സംഭവങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ നടന്നു പോകുന്നത് ഇത്തരം കോറി മാഫിയ അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്, കാരണം സർക്കാർ ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ്. അതും വേറൊരു തരം ന്യായീകരണമാണ്. ഇവർക്ക് കൈക്കൂലി. പക്ഷെ അത് ഒരു തരത്തിലേ സത്യമല്ലേ. കാരണം പല പോലീസ് സ്റ്റേഷനുകളിലും ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായ പേപ്പറോ പേനയോ വാങ്ങാനോ വണ്ടി അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇന്ധനം അടിക്കാനോ ഉള്ള പണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് ഈ പോലീസുകാർ ആ പണം കണ്ടെത്തേണ്ടതല്ലേ. അവരുടെ ശമ്പളത്തിൽ നിന്ന് അവർക്കത് എടുത്ത് ചെയ്യാൻ കഴിയുമോ? പോലീസുകാർ അത് കണ്ടെത്തുന്ന പറഞ്ഞാൽ അത് കോറി മാഫിയോടും അല്ലെങ്കിൽ കള്ളന്മാരോടും വാങ്ങിച്ചിട്ടല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ പോലീസിന് അതായത് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ പോലീസിന് അനുവദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് നമുക്ക് ബില്ല് കൊടുത്താൽ അത് പാസ്സാക്കി കിട്ടും. ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടാവും. അത് സാധാരണഗതിയിൽ സ്റ്റേഷനിലെ റൈറ്റർമാർ അവർ ആ ഹോൾഡ് ചെയ്യുക, SHOമാർ ഹോൾഡ് ചെയ്യുക. SHOക്കൊക്കെ ഒരു സീക്രട്ട് ഫണ്ട് എന്നൊരു ഫണ്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കേസ് അന്വേഷണങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറ്. അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ചത് മാനേജ് ചെയ്തിട്ട് മറ്റേ ഫണ്ട് പാസ്സായി വരുമ്പോൾ അതിലേക്ക് എടുക്കാവുന്നതോ. ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടുന്നില്ല, ഡിലേ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫറോക്കൊക്കെ ചെയ്തിരുന്നപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫണ്ട് ഉണ്ട്, എല്ലാവരും കൂടി ഒരു 200 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഇട്ടു വെക്കും. അപ്പൊ അതുകൊണ്ട് പേപ്പർ കുറവുണ്ടെങ്കിലോ അങ്ങനെ വാങ്ങി വെക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ഒരു ക്ഷാമം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നേരെ അത് എന്താ പറയാ, അപ്പൊ ഒരു പ്രിന്ററിന്റെ കാറ്റേജ് തീർന്നു. അപ്പോൾ ചിലപ്പോൾ അതിനൊരു 20,000 രൂപ, അല്ലെങ്കിൽ കംപ്ലൈന്റ് ആണ് 20,000 രൂപ നന്നാക്കാൻ വേണമെന്ന് പറയാം. ഇത് 10 പേരോട് പറയും. 10 ഈ അഭ്യുദയകാംക്ഷികൾ എന്ന മട്ടിലുള്ള 10 ആൾക്കാരുണ്ടാവും. 10 ആൾ 20,000 രൂപ കൊടുക്കും. ഒരു 20,000 രൂപ കൊടുത്തിട്ട് ഈ സാധനം അത് ശരിക്കൊരു അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കും. അപ്പം അത് ശരിക്കൊരു കൊയ്ത്തായിട്ട് ആഘോഷിക്കുന്നതാണ്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. സർക്കാർ പേപ്പർ തരണം എന്ന് പറഞ്ഞാൽ സർക്കാർ തരണമല്ലോ. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ലേ. അതെ. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഇത്തരത്തിലുള്ള അപജയം പോലീസിനുണ്ടായിട്ടുണ്ട്. അതായത് അത് നമ്മൾ പല വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും അറിയാം. പലരെയും കേരളത്തിൽ നടന്ന ഈ ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറം നടന്ന അറസ്റ്റുകൾ
എല്ലാ മാനദണ്ഡങ്ങളെയും സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു. അത്തരം ഒരു പരമോന്നത കോടതിയുടെ വരെ ഉത്തരവിൻ്റെ ലംഘനം നടത്താൻ ഈ പോലീസുകാരെ പ്രേരിപ്പിക്കുന്നു. അതായത് പോലീസ് എന്ന് പറയുന്നത് SHO ആ റാങ്കിലുള്ളവർ ആയിരിക്കുമല്ലോ, താഴേക്കിടയുള്ളവർക്ക് താങ്കൾ പറഞ്ഞതുപോലെ അനുസരിക്കാനേ കഴിയുള്ളൂ. അവർ പ്രേരിപ്പിക്കുന്ന ഒരു ധൈര്യം എന്തായിരിക്കും? ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അതാകുമ്പോൾ എന്ത് ചെയ്താലും നടപടി വരില്ല, സംരക്ഷിക്കും. പക്ഷെ ട്രിബ്യൂണലിൽ പോയി അനുകൂല ഉത്തരവുമായി വന്നവരെ പോലും പല കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അനസിനെയൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി അനസ് ഉത്തരവ് വാങ്ങിച്ചു വന്നതാണ്. പക്ഷെ അനസിന് എത്ര കാലമായിട്ട്, എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ആവാറായി തോന്നുന്നു അനസിനെ തിരിച്ചെടുക്കാൻ ഉത്തരവായിട്ട്. 1 വർഷത്തോളം. അപ്പൊ അത് തിരിച്ചെടുക്കാണ്ട് ഇവരിങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് തിരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും കോടതിയിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അതായത് ഈ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർക്കെന്തോ ഒരു കുറച്ചിൽ പോലെയാണ്. കാരണം ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് തിരിച്ചു കയറുന്നു, അവർക്കൊരു കുറച്ചിലാണ് എന്നുള്ളൊരു തോന്നലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു. ഇനി നമ്മൾ ആ പഴയ കാര്യത്തിലേക്ക് തന്നെ വരാം. കാരണം 5 വർഷത്തോളം ഒരു അപചയം ഉണ്ടായി. ഇനി ഒരു ശുദ്ധീകരണം സാധ്യമാണോ പോലീസ് സേനയിൽ? പെട്ടെന്നൊരു ദിവസം ഇത്രയും അലങ്കോലമായി, ഒരു ദിവസം കറക്റ്റ് പറഞ്ഞാൽ അലങ്കോലമായി. ഉദാഹരണത്തിന് നമ്മൾ പലരോടും സംസാരിക്കുന്നതാണ്, നമ്മുടെ സ്വന്തം അനുഭവമാണ്. ഒരു പരാതി കൊടുത്തിട്ട് DGPയുടെ ഓഫീസിൽ കൊടുത്തിട്ട് DGPക്ക് കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലരുടെ വിഷയങ്ങളിലും ഉണ്ടായിട്ടില്ല. മുമ്പൊരിക്കലും നമുക്ക് കേട്ട് കേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഒരു ശുദ്ധീകലശം സാധ്യമാണോ കേരള സേനയിൽ? ഒരുപാട് പ്രയാസമാണ്. കാരണം ഇത്ര കുത്തഴിഞ്ഞ ഒരു സാധനത്തിനെ വീണ്ടും പെരുക്കിയെടുത്ത് കുത്തിക്കെട്ടി ഒരു സിസ്റ്റം ആക്കി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ DGPയുടെ ഉത്തരവ്, അതായത് ഒരാൾ പരാതി കൊടുക്കുന്നു, അതിൽ DYSPയിൽ കുറയാത്ത റാങ്കുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് DGP അവിടെ നിന്ന് എഴുതി വിടുന്നു. അത് ജില്ലാ പോലീസ് മേധാവിയുടെ മേശയിൽ വന്ന് കിടക്കുന്നു. 2 മാസം കഴിഞ്ഞാലും ഈ സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ മുമ്പൊക്കെ അങ്ങനെ, ഞാൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്തിരുന്നതാണ്. അപ്പൊ എനിക്കറിയാം, അവിടുന്ന് ഒരു ഓർഡർ വന്നാൽ, മോളിൽ നിന്ന് ഒരു ഓർഡർ വന്നാൽ അതിൽ ആക്ഷൻ ഉണ്ടായിരിക്കണം, ആക്ഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ അതുപോലെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് താഴോട്ട് സാധനം കൊടുക്കുമ്പോൾ അതിലെന്തായാലും ഒരു നടപടി ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ട സ്പീഡയിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് സംഭവങ്ങൾ. പിന്നെ ഒരു കോക്കസ് ഇപ്പൊ തന്നെ തിരുവല്ലയിലെ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടല്ലോ, എത്ര മൃഗീയമായിട്ടുള്ളൊരു ബലാത്സംഗം. ഇന്ന് സ്പായ കയറി, നാളെ ഫാൻസി ഷോപ്പിൽ കയറാം, തുണിക്കടയിൽ കയറാം, എവിടെയും കയറാം. അങ്ങനത്തെ ഒരു ഗുണ്ടാസംഘത്തെ വളർത്തും. വന്ന് പറയുമ്പോൾ ഈ മാസപ്പടി എത്തുന്നത്, ഈ ഗുണ്ടകൾ പിരിക്കുന്ന പൈസ എത്തുന്നത് പോലീസിലേക്കാണ്. അത് മാത്രമല്ല, കൊച്ചിയിൽ സ്പാ നടത്തി, അതായത് അനധികൃത മസാജ് സെന്റർ നടത്തിയത് പോലീസുകാരാണ്. അതുപോലെ തന്നെ സ്പായിൽ പോയതിന്റെ പേരിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പൈസ പൊട്ടിച്ച SI മാർ. അപ്പൊ പക്ഷെ ഇവർക്കൊന്നും ഇവരൊക്കെ പോലീസിനകത്തുണ്ട്. അവിടെയാണ് വിഷയം. അതാണ് നിൽക്കുന്നത് ചായ മെഷീൻ ഉണ്ടാക്കിയ രഘു, വിമത ശബ്ദത്തെ ഉമേഷ് വെള്ളിക്കുന്ന്, എന്റെ കാര്യം പിന്നെ പൊട്ടെന്ന് വിചാരിക്കും, അനസിനെ പോലെ നിരപരാധിയല്ലേ. പിന്നെ ഒരു മാമ്പഴം 1 കിലോ യഥാർത്ഥത്തിൽ സത്യത്തില് അദ്ദേഹം അങ്ങനെ അല്ലെന്നാണ് അറിയുന്നത്. അദ്ദേഹം അവിടെ പൈസ എന്തോ വെച്ചിട്ട് പോയി, നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പൈസ കൊടുക്കുന്നതാണെന്നാണ് ആ കടയുടമയുടെ മൊഴിയിൽ പറയുന്നത്. കടയുടമ മാങ്ങ എടുത്തുകൊണ്ട് പോകും, അതിന്റെ പൈസ ഗൂഗിൾ പേ കൊടുക്കും, അല്ലെങ്കിൽ പൈസ കാണുമ്പോൾ കൊടുക്കും, അത്രേ ഉള്ളൂ എന്നാണ് അയാളുടെ മൊഴി. പക്ഷെ ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പോലീസുകാർ തന്നെ ഈ വീഡിയോ പുറത്തു വിടുന്നു, മൊത്തം ഫ്ലാഷ് ആക്കുന്നു. പിന്നെ പോലീസുകാർക്ക് അത് ഇപ്പറഞ്ഞ വിട്ട സാധനം പുറത്തെടുക്കാൻ പറ്റാതെ ആണെങ്കിൽ ഒരു എയർ ക്യാമ്പിലെ കണ്ടുള്ള പോലീസുകാരനാണ്. അപ്പൊ ആ മനുഷ്യനെ ഈ പറഞ്ഞ മാങ്ങ കള്ളനാക്കി, മാങ്ങ മോഷ്ടിച്ചു, ഇനി മാങ്ങ അങ്ങനെ എടുത്തു, അത് കേസെടുത്തു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പൊ വലിയ കള്ളന്മാർ ഇവരെന്ത് ചെയ്യുന്നു? അല്ല, അതാണ് നമ്മുടെ മുമ്പൊരിക്കലും ഇല്ലാത്ത നമ്മുടെ മുൻ DGP ഷേഖ് ദർവേസ് സാഹിബ്. അദ്ദേഹം ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ വരെ ഉൾപ്പെട്ടയാളാണ്. MR അജിത് കുമാർ, അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം കൂരങ്കലക്കലൊക്കെ മാറ്റി വയ്ക്കാം. പക്ഷേ ഒരു ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഒരു വസ്തു വാങ്ങി അവിടെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ഒരു വീട് വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ഒരു നടപടി. ഇപ്പൊ അജിത് കുമാർ ശബരിമലയിൽ ട്രാക്ടർ ഉപയോഗിച്ച് പോയില്ലേ? നടപടി വന്നത് ട്രാക്ടർ ഓടിച്ച ഡ്രൈവർക്കെതിരെ. ട്രാക്ടർ ആവശ്യപ്പെട്ടത് അയാൾ, അനുവദിച്ചു കൊടുത്തത്, ട്രാക്ടർ വിട്ടുകൊടുത്തത് SHO. ഈ SHO ഇയാൾക്കെതിരെ കേസെടുക്കുന്നു. അതിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്തതെന്ന് വെച്ചാൽ ഈ പോലീസുകാരനെ കേസെടുത്തു. പിന്നെ ഹൈക്കോടതി ചോദിക്കുമല്ലോ ഇതിന്റെ വിശദീകരണം. അപ്പൊ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കേസെടുത്തത് കടല വിൽപ്പനക്കാരനെയും കപ്പലണ്ടി വിൽപ്പനക്കാരനെയും, അതായത് അനധികൃത കച്ചവടം നടത്തിയ കടലക്കാരനെ, കപ്പലണ്ടിക്കാരനെ വിളിച്ച് കേസെടുക്കുന്ന ആൾക്കാരാണ്. ട്രാക്ടറിനെതിരെ പ്രതിയാക്കാത്തത് ഒരു ഭാഗ്യം, ട്രാക്ടറിന്റെ ഭാഗ്യം എന്നത് പറയാം. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ADGP ശ്രീജിത്ത്. അദ്ദേഹം നിരന്തരം ഓരോ വിഷയങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അവസാനമായിട്ടൊരു സിനിമയുടെ ചിത്രീകരണം
സന്നിധാനത്ത് നടന്നു. അദ്ദേഹം അതിൻ്റെ സംവിധായകൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ADGPയോട് സംസാരിച്ചിരുന്നു, അദ്ദേഹം പമ്പയിൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അത് സന്നിധാനത്ത് തന്നെ ഷൂട്ട് ചെയ്തു, അത് ADGPയുടെ അറിവോട് കൂടിയാണെന്ന് പറയുന്നു. അത് ഇതേ ADGP ദുബായിൽ ഒരു സ്പായുടെ ഉദ്ഘാടനത്തിന് പോയ സംഭവങ്ങളും ഫോട്ടോകളും പുറത്തു വരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് നിരവധി ആരോപണങ്ങളല്ല, തെളിവ് സഹിതമുള്ള പല വസ്തുതകളുമാണ് വരുന്നത്. പക്ഷേ ഇതിലൊന്നും പുള്ളിക്കാരൻ കുലുങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ത് സന്ദേശമാണ്? കാരണം മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ. ഒന്നുമല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾക്കൊരു മറ വേണ്ടേ? സാധാരണക്കാരിലേക്ക് ഈ സാധാരണ പൊതുജനം ഇതൊക്കെ കാണുമ്പോൾ എന്താണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്തരം ഈ ക്രിമിനൽസമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ. അത് എത്രത്തോളം ഈ സേന ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് നീതിയാണല്ലോ ഇവിടെ നടപ്പാകുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്താലും അതിനെതിരെ നടപടി വരുന്നില്ല. ഇപ്പം ഈ ട്രാക്ടറിൻ്റെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ ശ്രീസാറിനെ പറ്റി കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽ അറിയില്ല, നോക്കാം. പിന്നെ പത്തനംതിട്ട തന്നെ ഇപ്പോൾ ഒരു DYSP ഇപ്പം വന്നിട്ടാണ് ഈ സ്പാ വിവാദത്തിലൊക്കെ ഉൾപ്പെടുന്ന, അതിൻ്റെ തൊട്ട് തലേ ദിവസം ട്രാൻസ്ഫർ ആയപ്പോയ DYSP അയാളും ഡ്രൈവറും കൂടെ വെള്ളടിച്ചിരുന്ന് SP വിളിച്ചപ്പോൾ കിട്ടാഞ്ഞപ്പോൾ DYSP കിട്ടാഞ്ഞപ്പോൾ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഡ്രൈവർ ഫോൺ DYSP കൊടുത്തു. ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതിലും നടപടി വന്നത് ഡ്രൈവറെ സ്ഥലം മാറ്റിയിട്ടാണ്. ഈ DYSP അവിടുത്തെ താപ്പാനിയായിട്ട് തന്നെ അവിടെ തുടർന്നു. ഇപ്പൊ ട്രാൻസ്ഫർ ആയി, ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിലാന്ന് പറയുന്നു. അപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാകത്തിലുള്ള ഒരാളാണ് ഒരു സബ് ഡിവിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കും പ്രശ്നമല്ല. അപ്പോൾ അതൊരു DYSP കിട്ടുന്ന പരിഗണന. അതുപോലെ സർക്കാരിന് വേണ്ടപ്പെട്ട ADGP ആയാലും DGP ആയാലും. അപ്പോൾ ഇവരുടെയൊക്കെ ഗുണ്ടാബന്ധം, അതായത് പോലീസിലെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഗുണ്ടാബന്ധങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ആ കത്തെഴുതിയതിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇത് എന്തൊക്കെയാണ് ഇതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഫേക്ക് ആണെന്ന് പറയേ, അല്ലെങ്കിൽ എൻ്റെ ആരോപണം വ്യാജമാണ്, ഇവനെതിരെ നടപടി എടുക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കത്ത് എഴുതി എന്നതൊരു കുറ്റമായി കണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ തുടർച്ചയായിട്ടാണല്ലോ ഇപ്പോൾ പിരിച്ചുവിട്ടതും. അതാണ് സംഭവിക്കുന്നത്. അതായത് ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിനൊന്നും തെളിവുണ്ടാവില്ല. തെളിവുണ്ടാക്കേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ADGPക്കെതിരെയുള്ള ഒരു അന്വേഷണം വന്നിട്ട് അത് DYSPക്ക് അന്വേഷിക്കാൻ കൊടുത്താൽ എവിടെ എത്തും? ഇപ്പൊ തന്നെ പത്തനംതിട്ടയിലെ കേസ് അന്വേഷിക്കുന്നത് DYSP ആണ്. അത് DYSPയുടെ താഴെയുള്ള ആൾക്കാരിലേക്ക് ആ അന്വേഷണം എത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഏറ്റവും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു വലിയ വാർത്തയൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് പറയും പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. ഈ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഒരു വർഷം ഒരു 7-8 തവണയെങ്കിലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്. 7-8 അല്ല, ആഴ്ചയിൽ ഒരു 8 ദിവസത്തിന്റെ 6 പേരും മരണപ്പെട്ട സംഭവം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 കൊല്ലത്തിനിടയിൽ 125 പേരാണ് ആത്മഹത്യ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും കൃത്യമായ കണക്കല്ല, ഒരു വർഷം മുമ്പുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ താഴേക്കിടയിലുള്ള പോലീസുകാർ മാത്രമാണ്, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ആത്മഹത്യ ചെയ്തതായിട്ട് ഇതുവരെ കേട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കട്ടെ, ആരും ചെയ്യാതിരിക്കട്ടെ. എങ്കിലും ഞാൻ പറയുന്നത് അത് കുടുംബ പ്രശ്നങ്ങളായി പലപ്പോഴും പറയുന്നത് കുടുംബ പ്രശ്നങ്ങളാണെന്ന്. എല്ലാവർക്കും കുടുംബമുണ്ട്, എല്ലാവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു വിഭാഗത്തിലേക്ക് മാറുന്നത്? അത് പോട്ടെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അവരുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായുള്ള പദ്ധതികൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനോ ഒരാളും വരുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഈ ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒരു ആത്മഹത്യയെ ഇങ്ങനെ ആക്കാൻ വളരെ എളുപ്പമാണ് പോലീസിൽ. കാരണം പോലീസിൽ വന്ന് ഞാൻ പറഞ്ഞ പോലെ വീട് വെക്കാനൊക്കെ ആയിട്ട് ലോൺ എടുക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ സാമ്പത്തിക ബാധ്യത അറ്റാച്ച്ഡ് ആയി ഒരു മരണം വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യത എന്ന് ചേർത്ത് വെക്കാൻ എളുപ്പമാണ്. കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് ഒരു പോലീസുകാരൻ മരിച്ചു. പോലീസുകാരൻ മരിച്ചതിനെ കുറിച്ചുള്ള വാട്സപ്പിൽ വരുന്ന മെസ്സേജാണ്. അതിന്റെ കൂടെ തന്നെ കുടുംബ പ്രശ്നങ്ങളാണ് കാരണം, കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തെന്നൊക്കെ അറ്റാച്ച് ചെയ്ത് വിടുകയാണ്. അതായത് ആ പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകൻ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ അത് കുടുംബ പ്രശ്നം കൊണ്ടാണെന്ന് ഒരു അന്വേഷണം നടക്കുന്നതിന് മുമ്പ് മരിച്ച വാർത്ത വരുന്ന ആ സെക്കൻഡിൽ കുടുംബ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുള്ള ആളാണ്, മദ്യപാനാണെന്നൊക്കെ പറഞ്ഞ് ചേർത്തടിച്ചു വിടുന്ന ആ സാധനമായിരിക്കും പിന്നെ മൊത്തം പോവുക. അപ്പൊ അത് ആ ഓപ്പറേഷൻ കൃത്യമായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ പോലീസുകാർക്ക് പ്രശ്നം, കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളൊരു വൈഫിനായിട്ടൊരു തർക്കം ഉണ്ടായി, വർത്താനം ഉണ്ടായി, നമുക്ക് പരിഹരിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഈ സമയം കിട്ടുന്നില്ല. നമ്മൾ ഇത് രാവിലെ വൈഫിനായിട്ട് ചെറിയൊരു പ്രശ്നമായിട്ട് സ്റ്റേഷനിൽ പോകുന്നു, അവിടെ 100 കൂട്ടം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. അവിടെ നിന്ന് ഈ പറഞ്ഞ SHOയുടെ തെറി കേൾക്കുന്നു, അതിനിടയ്ക്ക് നമുക്ക് PR വരുന്നു, അതിനിടയ്ക്ക് നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പോകുന്നു, നാട്ടുകാരായിട്ട് പ്രശ്നം അല്ലെങ്കിൽ സോൾവ് ആക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു.
ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്കോ വൈകുന്നേരമായിരിക്കും അയാൾ വീട്ടിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും തലേത്തെ പ്രശ്നം നമുക്ക് കുടുംബത്തിലുള്ളവർക്ക് നമുക്കറിയാലോ, ഈ തലേ ദിവസം ഉണ്ടായി പോയ പ്രശ്നം പരിഹരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ആയിരിക്കും വൈഫ് വെയിറ്റ് ചെയ്യുന്നത്. മാനസികാവസ്ഥയായിരിക്കില്ല. ഈ പോകുന്ന പോലീസുകാരൻ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. വേറെ ഇതിലും വലിയ 100 പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തി ടയർഡായിട്ട് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇവിടെ ചോദിക്കും. സ്വാഭാവികമായിട്ട് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം ആ രണ്ടാളും രണ്ട് തരത്തിലുള്ള സമ്മർദ്ദത്തിൽ നിന്നൊക്കെയാണ്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ആ സമയം ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കൊടുക്കൂല. ആഴ്ചയിൽ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഓഫ് എന്നുള്ളത് ചട്ടത്തിലുള്ളതാണ്. ഇത് നിർബന്ധമായി കൊടുക്കണമെന്ന് DGP ഇടയ്ക്കിടയ്ക്ക് സർക്കുലർ ഇറക്കും. ആ സർക്കുലറൊക്കെ DGPയുടെ പണിയാണ്. പക്ഷെ സ്റ്റേഷനിൽ നടക്കില്ല. ഞാൻ ആറന്മുള സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഡേ ഓഫ് ചാർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെ സാധനം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ഞാനത് അന്നത്തെ SP V അജിത്താണ്, അദ്ദേഹത്തിന് ഞാൻ അയച്ചു, ഇങ്ങനെ ഒരു സംഭവം ഇല്ല, അപ്പൊ അത് ഉണ്ടാക്കണം, അതിനുള്ള സംവിധാനം. SHO പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പൊ സ്റ്റേഷൻ പറഞ്ഞു, പുള്ളി മൈൻഡ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ പോകുന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ പേരിലാണ് പിന്നെ DVSP ഒന്ന് അന്വേഷിക്കുകയും പിന്നെ ഓഫ് ചാർട്ട് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാലും ആ ഓഫ് ചാർട്ട് അനുസരിച്ചൊന്നും ഓഫ് ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലി ടൈം ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സ്ത്രീകളുടെ കാര്യം അതിനും ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകൾ രാവും പകലും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 2 വനിതാ പോലീസൊക്കെ ഉള്ളൂ. അപ്പോൾ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഡീൽ ചെയ്യണം. ഇവർ ചിലപ്പോൾ വൈകുന്നേരം 8 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ഇറങ്ങി വീട്ടിൽ പോകുമ്പോഴായിരിക്കും ഒരു പോക്സോ ഇന്റിമേഷൻ വരുന്നത്. ഇവരതിന്റെ പുറകെ പോകണം, പോയേ പറ്റൂ. സ്വാഭാവികമായിട്ടും ഇവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇവരെന്തെങ്കിലും കാരണം കൊണ്ട് ഒരുപാട്, അതായത് എന്ത് മാനസിക പീഡനം ഒന്ന് ആത്മഹത്യ ചെയ്താലും കുടുംബ പ്രശ്നം ഒന്ന് ചാർത്തി വെക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. ഒരു പോലീസുകാരന്റെ അനുഭവം ഉണ്ടായിരുന്നു. ആ പോലീസുകാരനും വൈഫും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഈ ഫാമിലി മാറ്ററായിട്ട് വന്നതുകൊണ്ട് DVSP ആ സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ പോലീസുകാരൻ മാറി നിന്നു. നമ്മൾ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോലീസുകാരനെ അറിയണ്ടെന്നുള്ള മട്ടിൽ നിന്നു. DVSP ഇറങ്ങി വരുമ്പോൾ ഷോ കാണിച്ച് എന്തൊക്കെയാ പരാതി എന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫാമിലി സാർ ഒരു പോലീസുകാരനെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ അറ്റൻഷനായി. അപ്പോൾ DVSP ഓടിയത് ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അറ്റൻഷൻ തന്നിട്ടില്ലല്ലോ. അയാൾ പറഞ്ഞു അത് FIR ഇട്ടേക്കെന്ന് പറഞ്ഞങ്ങ് പോയി. അത് FIR ഇടുന്നു. പോലീസുകാരൻ ജയിലിലാവുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി അയാൾ ആത്മഹത്യ ചെയ്യുന്നു. സംഭവം വാർത്ത വരുന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം സസ്പെൻഷനിലായ പോലീസുകാരനാണ് ആത്മഹത്യ ചെയ്തു. അവിടെ അതിലേക്ക് തള്ളിയിട്ടതാരാന്നുള്ള സാധനം. പക്ഷേ DGP മുൻപും ലോക്നാഥ് ബെഹ്റ ആയിരുന്ന സമയത്ത് സർക്കുലർ ഇറക്കി. ആ സമയത്താണ് എൻ്റെ ഓർമ്മ. അതായത് പോലീസുകാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അനുമതി വാങ്ങണം എന്നുള്ള കാര്യം. പക്ഷെ അത് ചിലർക്ക് അത് ബാധകമല്ല. ചില റീൽസൊക്കെ ഇടുന്നുണ്ട്. നമ്മളത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആ റീൽസ് ഇടണമെങ്കിൽ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ലല്ലോ. അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ വേണം. അത് അയാൾ അഭിനയിക്കണം, അല്ലെങ്കിൽ അത് പകർത്താനായിട്ട് ഒരാൾ വേണം. ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അത് ഞാനിത് ചോദിക്കാൻ കാരണം, ഈ കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ടയിൽ തന്നെ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, പോലീസ് ജീപ്പിൽ ഒരാൾ കൊണ്ടുവച്ചിട്ട് ജീപ്പ് പിടിച്ച ഒരു സംഭവം പത്തനാപുരത്ത്. അപ്പോൾ അതിൽ ഒരു SI ഷാനവാസിനെ കുറിച്ച്, അദ്ദേഹം ഒരുപാട് റീൽസൊക്കെ ഇടുന്ന ആളാണ്, ഒരുപാട് ആരാധകനുള്ള ഒരാളാണ്. അപ്പം ഈ പറയുന്ന പ്രതിയുടെ കുടുംബം ആരോപിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ചെറുതല്ല, ഗുരുതരമാണ്. അതെന്തുകൊണ്ടാണ് അവർക്കെതിരെ ചിലർക്കെതിരെ മാത്രം ഒരു നടപടിയില്ലാത്തത്? ചിലർക്കെതിരെ എന്നല്ല, ഈ സർക്കുലർ എന്ന് പറയുന്നത് 45/2015 സർക്കുലർ. DGP സെൻകുമാർ ഇറക്കിയ ഒരു സർക്കുലർ. അപ്പോൾ പോലീസ് സേനാംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാലിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. അതിലെ എനിക്കെതിരെയുള്ള ഈ 10-25 അച്ചടക്ക നടപടികളിൽ ഭൂരിപക്ഷവും ആ സർക്കുലറിന്റെ ലംഘനം എന്നുള്ളതാണ്. അതിലെ 7ാമത്തെ നിബന്ധന പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെയോ മറ്റ് സ്ത്രീകൾക്കെതിരെയോ മറ്റ് വ്യക്തികൾക്കെതിരെയോ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടരുതെന്നാണ്. അപ്പൊ ഞാനിടുന്ന പോസ്റ്റ് മുഴുവൻ ഈ ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് എനിക്കെതിരെ നടപടി വരുന്നത്. 7ാമത്തെ അതിലെ 1ാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പോലീസ് സേനാംഗങ്ങൾ യൂണിഫോമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുതെന്നാണ്. ഈ 1ാമത്തെ നിയമം ഇത് ലംഘിക്കാത്ത പോലീസുകാരെ എണ്ണിയെടുക്കാൻ നിന്ന ഒരു 10 പേരുണ്ടാവുമെന്ന് സംശയമാണ്. കാരണം പോലീസിൽ 99% ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ യൂണിഫോം ഇട്ട പോസ്റ്റുകൾ ഇടുന്നതാണ്. പക്ഷെ ഒരാൾക്കെതിരെ ഇതുവരെ നടപടി വന്നിട്ടില്ല. അതുപോലെ ഈ റീൽസ് ഇടുന്ന ആൾക്കാർക്കെതിരെ റീൽസ് എടുത്തിട്ട് ആകെ നടപടി വന്നത് വനിതാ പോലീസുകാർക്കാ. വനിതാ പറ്റാനിലെ പോലീസുകാരികൾ റീൽസ് ഇട്ടപ്പോൾ ഇവർക്ക് പൊള്ളി. അപ്പൊ അവർക്ക് നടപടി എടുത്തു. അതേസമയം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പോലീസ് റീൽസ് ഇടുന്നു, പോലീസ് പാട്ട് പാടിയിരുന്നു, യൂണിഫോമിൽ
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, യൂണിഫോമിൽ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. ഇത് മുഴുവൻ പോലീസിൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പത്തനാപുരത്തെ സംഭവത്തിലെ സബ് ഇൻസ്പെക്ടർ തന്നെ, അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ സൗമ്യനായ ഓഫീസർ, ഉത്സവപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നൊക്കെ. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ഫുൾ ടൈം അതോ ആ റീൽസ് ഒക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽ സാധനങ്ങളാണ്. ഒരു പ്രൊഫഷണൽ റീൽ മേക്കറെയും കൊണ്ട് ഒരാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അതും യൂണിഫോമിൽ. ഈ സർക്കുലറിന്റെ ലംഘനമാണ്, യൂണിഫോമിന്റെ ഒരു ഡിഗ്നിറ്റിയുടെ ലംഘനമാണ്. ഇതൊക്കെ ചെയ്തിട്ട് റീൽസ് എടുത്തിരുന്നു, അത് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഒരുപാട് പോലീസ് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടും പോലീസ് സ്റ്റേഷനകത്ത് റീൽസ് എടുക്കുന്നു. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ട് നമ്മൾ വിവരാവകാശ പ്രകാരം CCTV വിഷ്വൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ സമയത്ത് പോക്സോ കേസിലെ പ്രതികൾ വിക്ടിം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോലീസിലെ വളരെ രഹസ്യ രേഖകൾ വിവരങ്ങളൊക്കെ പുറത്തു പോകും, അതുകൊണ്ട് തരാൻ നിവൃത്തിയില്ല എന്ന് പറയും. അതേ പോലീസ് സ്റ്റേഷനിലാണ് റീൽസ് എടുക്കുന്നത്. പോലീസുകാർ യൂണിഫോമിൽ അതേ പോലീസ് സ്റ്റേഷനകത്ത് റീൽസ് എടുത്തിട്ട് അത് പുറത്തു പോകുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലീസ് യൂണിഫോമിൽ റീൽസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ചിത്രങ്ങളും സാധനങ്ങളും ഉപയോഗിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ വനിതകൾ ഉൾപ്പെടെ പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കെതിരെ ഒന്നും നടപടി എടുക്കുന്നില്ല, ഇതിനൊന്നും നടപടി എടുക്കുന്നില്ല. സത്യത്തിൽ ആ സർക്കുലർ ഒന്നുകിൽ കാലഹരണപ്പെട്ട സർക്കുലറാന്ന് പറഞ്ഞിട്ട് അത് വലിച്ചീറി കളയണം. അല്ല, അത് അങ്ങനെ വലിച്ചേറി കളയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉമേഷ് വള്ളിക്കുന്നിനെ പോലെയുള്ള ചിലരെയെങ്കിലും അത് ബലിക്ക് നിർത്താൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് അത് വലിച്ചേറി കളയാൻ സാധിക്കും. അതിൽ അവർ ആകപ്പാടെ പ്രയോഗിക്കുന്നത് ഈ പറഞ്ഞ അച്ചടക്കം ലംഘിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു, ശബ്ദിച്ചു എന്നുള്ളത് തന്നെ നിശബ്ദരാക്കാൻ വേണ്ടി ആ സർക്കുലർ ഉപയോഗിക്കുന്നത്. ബാക്കി ആ സർക്കുലർ പറഞ്ഞ ഒരു കാര്യങ്ങളും പാലിക്കുന്നില്ല. ഉദാഹരണത്തിന് ഈ പറഞ്ഞ സാധാ പോലീസുകാർ മാത്രമൊന്നുമല്ല, ഇത് DIG ആയാലും ജനറൽ റാങ്കിലുള്ള ആൾക്കാർ മുതൽ ഈ ഇത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് ഭാവി പദ്ധതി? ഭാവി പദ്ധതി നമ്മളിപ്പോൾ പിരിച്ചുവിട്ടു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു തൊഴിൽ മേഖല നോക്കണമായിരുന്നു. അപ്പം നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 24 എനിക്ക് പിരിച്ചുവിട്ട ഓർഡർ കിട്ടുന്നത്. ജനുവരി 1 നമ്മളത് അനൗൺസ് ചെയ്തു. 10 നമ്മൾ ആദ്യത്തെ വർക്ക് ചെയ്തു. ജനുവരിയിൽ 2 വർക്ക് ചെയ്തു. ഇപ്പം എന്തായാലും ഒരു മാസം പോലീസ് സേനയിൽ കിട്ടുന്ന സാലറിയേക്കാളും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. നമ്മൾ സാമ്പത്തികമായിട്ട് അപ്പൊ എന്നോട് നമ്മുടെ ഷാഹി കബീർ പറഞ്ഞു, സാർ പോലീസിൽ ജോലി ചെയ്യുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയിട്ട്. ജീവിക്കാൻ ഒരു വർഷം പോലീസിൽ ജോലി ചെയ്താൽ എത്ര കിട്ടും? ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ട് ഒരു 4-5 ലക്ഷം രൂപ കിട്ടും. പുറത്തൊരു വേറെ ജോലി ചെയ്തിട്ട് ആ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ജോലി ഇതിനകത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് തിരുത്തൽ ശക്തിയായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. അല്ല, ഇനി ആ തിരുത്തൽ ഇനിയും തുടരും. കാരണം ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ അല്ലെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റിലെ പല വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെയും സഹപ്രവർത്തകരിലൂടെയും ഒക്കെ താങ്കൾക്ക് അറിയാൻ കഴിയുമല്ലോ. അതൊക്കെ അത് വീണ്ടും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണോ തീരുമാനം? എതിർക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. നമ്മൾ നമ്മുടെ പ്രൊഫഷനായിട്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്ക് ഈ പോലീസിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ പല പോലീസുകാരും വിളിക്കുന്നുണ്ട്, പലരും പ്രശ്നങ്ങളായിട്ട് അവർ വിളിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഒരു ഉമേഷ് വള്ളിക്കുന്നിനെ പുറത്ത് പണ്ട് കോൺസ്റ്റബിൾ വിനയ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വിനയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമായിരുന്നു. അതായത് ഒരു സംസ്ഥാന പോലീസ് മീറ്റ് നടക്കുമ്പോൾ ജില്ലകൾ തമ്മിലാണ് മത്സരം. അവിടെ വനിതാ പോലീസുകാരും ആൺ പോലീസുകാരും മത്സരിക്കുന്നു. പക്ഷെ പോയിന്റ് കൂട്ടുമ്പോൾ വനിതാ പോലീസുകാർ മത്സരിച്ചതിന്റെ പോയിന്റ് കൂട്ടൂല. എന്തൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്ക്. വനിതകൾ മത്സരിച്ചത് ജില്ലയുടെ പോയിന്റ് കൂട്ടൂല. അങ്ങനത്തെ അത്രയും വൃത്തികെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് വിനയ പിരിച്ചുവിട്ടത്. പക്ഷെ വിനയം തിരിച്ചെടുക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് വനിതകളായി ഇതിന്റെ മുഖ്യ നടത്തിപ്പുകാര്. കാലം മാറി വന്നു, അങ്ങനെ വന്നു. അതുപോലെ യൂണിഫോം, സാരി ഉടുത്ത് പൊതുജന സ്ഥലത്ത് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്ന പോലീസുകാരുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പ്രതികൾ സാരി വലിച്ചയച്ചു, പോലീസുകാരുടെ സാരി വലിച്ചയച്ചിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതൊക്കെ ഇപ്പൊ ഇന്നത്തെ ചാനൽ കാലത്തൊക്കെ ആണെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് വിനയ അതിനെ പ്രതിഷേധിച്ചു. വിനയക്കെതിരെ നടപടി വന്നു. പക്ഷെ അത് നടപ്പാക്കേണ്ടി വന്നു. എന്നിട്ട് തന്നെ പാന്റ് ഷർട്ട് ആക്കിയപ്പോൾ ഒരു പുറത്തേക്ക് ഇങ്ങനെ പാറി നിൽക്കുന്ന ഒരു തരം യൂണിഫോം ഒക്കെ ആയിരുന്നു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ വിനയ അപ്പം പറഞ്ഞു അത് ടക്കിൻ ചെയ്ത യൂണിഫോം തന്നെ ഈക്വാലിറ്റി വേണം, പുരുഷന്മാരെ പോലെ തന്നെ വേണം എന്ന്. അപ്പൊ വിനയ ഒരുപാട് പരിഹാസം നേരിട്ടു, ആക്ഷേപങ്ങൾ നേരിട്ടു. വനിതകളുടെ ഇടയിൽ നിന്ന് പോലും ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ടാണ് അന്നത്തെ വിനയ. അപ്പോൾ പക്ഷെ പിന്നീട് എന്താ, ഇത് വർഷങ്ങൾക്ക് ശേഷം ടക്കിൻ യൂണിഫോം നിർബന്ധമാക്കി, എല്ലാവർക്കും ടക്കിനാക്കി. പക്ഷെ അവിടെ അന്ന് അത് വലിയൊരു ആഘോഷമായിട്ടൊക്കെ പരിപാടി നടന്നത്. ഇന്ന് മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ഹോം മിനിസ്റ്റർക്ക് ഉൾപ്പെട്ട വലിയൊരു സംഭവമായിട്ടാണ് അത് നടത്തിയത്. അപ്പം എല്ലാവരും കോൺഫിഡൻസോടുകൂടി ആ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ എവിടെയും സർക്കാർ ഈ കോൺസ്റ്റബിൾ വിനയെ
പരാമർശിച്ചതേ ഇല്ല. പക്ഷേ ഈ ആശയം അവരുടേതായിരുന്നു, അവരുടെ നിർബന്ധ ബുദ്ധിയാണ് ഇതിലേക്ക് നയിച്ചത്. പക്ഷെ ജനങ്ങൾ ഓർക്കും യൂണിഫോം എന്ന് പറയുമ്പോൾ, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് വിനയായിരിക്കും. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ എനിക്ക് എന്നെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം വിനയ എന്ന് പറഞ്ഞൊരു ഐക്കൺ മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വിനയം ഉണ്ടാക്കിയ മാറ്റങ്ങൾ, വിനയം ഉണ്ടാക്കിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉമേഷ് വള്ളിക്കുന്നിലിന്റെ പിന്നിലും കാണുമല്ലോ താങ്കളെയും. നമ്മളിപ്പോ പുറത്താക്കിയതോടുകൂടി ഇവർ വിചാരിക്കുന്നു ഉമേഷ് വള്ളിക്കുന്നിന്റെ അവർ പുറത്താക്കാനുള്ള ഒരു കാരണം അതാണ്. ഉമേഷിനെ പോലെ പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാർ വരുന്നു. അപ്പൊ ഇവനെ പുറത്താക്കിയാൽ അവർക്കൊരു സന്ദേശം നൽകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ധൈര്യമുള്ള ഒരുപാട് പോലീസുകാരും വന്നു. ഇപ്പൊ ഒരു തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകനുണ്ട്, പാർട്ടി പത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പത്രം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിലുണ്ട്. അപ്പൊ അവര് കാലങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന ഒരു പോലീസുകാരൻ ഇവരുടെ ഞായറാഴ്ചകളിൽ ഇവർ ഡ്യൂട്ടിക്ക് വരുന്നില്ല, പക്ഷെ ഡേ ഓഫ് അലവൻസ് വാങ്ങുന്നു എന്നൊക്കെ കണ്ടെത്തി. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസുകാരൻ കണ്ടെത്താൻ കാരണം അവനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനെതിരെ പരാതി കൊടുക്കുന്നു. അവനെതിരെ പരാതി കൊടുത്ത ഉടനെ പിന്നെ ഇവനെതിരെ ഒരുപാട് കുറ്റാരോപണങ്ങളും സംഭവം, അതായത് വിവരാവകാശ പ്രകാരം ഇവൻ ഇതിന്റെ കണക്ക് ചോദിക്കുന്നു, സാമ്പത്തിക ഇടപാടുകളിലേക്ക് വിവരം ചോദിക്കുന്നു. അപ്പോ ഇവനെതിരെ പരാതി, ഒരു വനിതാ ഉദ്യോഗസ്ഥയെ തേജോവധം ചെയ്യാനായി വിവരാവകാശ അപേക്ഷ നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിൽ നിരന്തരം ഇവനെ അവിടെ നിന്ന് മാറ്റി ഇവന്റെ ജില്ലയിലേക്ക് വന്നു. ഇവന്റെ ജില്ലയിൽ ഇവനെതിരെ നിരന്തരമായിട്ട് അന്വേഷണം വരുന്നു. പക്ഷെ ഭയങ്കര ഊർജ്ജത്തിൽ അവൻ പ്രതിരോധിച്ച് നിൽക്കുന്നു. അവന് അവസാനം വരെ പൊരുതാനുള്ള ഒരു ഊർജ്ജമുണ്ട്. അപ്പൊ അവനെ വിളിക്കുമ്പോൾ പറയാം നമ്മളാണ് അതിന്റെ ഒരു ഊർജ്ജം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വയനാടാണെങ്കിൽ ഒരു മാല, ഒരു 174 ഉണ്ടായിരുന്നു, ഒരു മരണപ്പെട്ട സ്ത്രീയുടെ ഒരു മാല, അത് കിട്ടിയ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. ഈ വനിതാ പോലീസുകാരി പാറാവ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവരിത് റൈറ്ററോട് പറയുന്നു, SIOട് പറയുന്നു, റൈറ്ററെ സാധനം ഏൽപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെ അവകാശികൾക്ക് ഇത് കൊടുത്തില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ട് മറ്റേ മാല ഏൽപ്പിച്ച ആളെടുത്തുനിന്ന് അവകാശികൾ അറിഞ്ഞിട്ട് മാല അന്വേഷിച്ചു വന്നപ്പോൾ മാല വാങ്ങിയ ആരില്ലെന്ന്. അപ്പൊ അവർക്ക് ഈ വനിതാ പോലീസിന് ഓർമ്മയുണ്ട്. അപ്പൊ അവരെ നടത്തിച്ചു, അവരിന്ന് ലീവാണെന്നൊക്കെ പറഞ്ഞ് നടത്തിച്ചു. പക്ഷെ പിന്നീട് ഇവർ വന്നു, വനിതാ പോലീസ്. അപ്പോൾ വനിതാ പോലീസ് കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ റൈറ്ററാണ് മേടിച്ചത്, മാല കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ ഇവർ വേറെ മാല വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അതൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ വനിതാ പോലീസുകാർ നേരിടേണ്ടി വന്നത് പിന്നെ വലിയ ലീവില്ല, ബുദ്ധിമുട്ടാക്കുക. അവർക്കെതിരെ പിന്നെ ഒരുപാട് PR വന്നു. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ PR നടത്താൻ ശക്തിയായി. വയനാട് പല ഉദ്യോഗസ്ഥർക്കും PR നടത്താൻ അറിയില്ല. അവര് ശക്തമായിട്ട് ഇപ്പൊ PR നടത്തുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ പോലീസിൽ പലരും മണ്ടൻ, മറ്റേത് എന്തും ഒരു മെമ്മോ കൊടുത്താൽ പോലീസുകാരും അതിന് അപ്പൊ തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ട് മറുപടി എഴുതണം. എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച മാപ്പാക്കി തരണമെന്നും എനിക്കെതിരെ മേൽ നടപടികൾ സ്വീകരിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് താഴ്മയായി അപേക്ഷിച്ചു കൊടുക്കും. അതിന് മാറ്റം വന്നു. പോലീസുകാർ തന്റെ വീഴ്ച അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അത് ഇന്ന നിയമപ്രകാരം ഇന്ന സർക്കുലർ പ്രകാരം ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് തിരിച്ചെഴുതി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വലിയൊരു മാറ്റം. അപ്പൊ എനിക്ക് തോന്നുന്നു ഫറൂഖ് ആകുമ്പോൾ തന്നെ ഒരു കോൺഫറൻസിൽ ഇതുപോലെ ഉമേഷ് എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. അവനെ SHO പറഞ്ഞു, ഞാൻ പിടിച്ചുകൊണ്ടുവന്ന ഒരു സുവോമോട്ടോ കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് SI മെമ്മോ കൊടുക്കുന്നത്. അവൻ തിരിച്ചു മറുപടി കൊടുത്തു, സുവോമോട്ടോ എടുക്കേണ്ടത് SIന്റെ പാസ്വേഡും രഹസ്യ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണല്ലോ അവരിത് ചെയ്യേണ്ടത്, എൻട്രി ചെയ്യേണ്ടത്. അതേപടി മറുപടി എഴുതി കൊടുത്തു. അപ്പൊ അന്ന് ഫറൂഖ് SHO പറഞ്ഞു, ഈ മെമ്മോ കൊടുക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ പണി അറിയാത്തവർ മെമ്മോ കൊടുക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഇതിനകത്തുണ്ടായി. ഒരുപാട് പോലീസുകാർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എന്ത് വന്നാലും നേരിടാം, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം ന്യായമാണെങ്കിൽ ഉറച്ചു നിൽക്കാം എന്നുള്ള ധൈര്യം വന്നിട്ടുണ്ട്. അത് പല തരത്തിലും ഇപ്പൊ നിങ്ങൾ ഉമേഷ് വള്ളിക്കുന്നിന് പഠിക്കാന്നൊക്കെ ആൾക്കാരോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ വരും. ചില ഫോൺ കോളിലൊക്കെ ഉള്ള വോയിസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ തുടർച്ചയുണ്ടാവും തീർച്ചയായിട്ടും പോലീസിൽ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാവാൻ നമ്മൾ സെൻകുമാർ കാര്യം കാലം വരെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ലോക്നാഥ് ബെഹ്റ, അനിൽകാന്ത്, ഷേഖ് ദർവേസ് സാഹിബ്, ഇപ്പോൾ രവാദാസ് ചന്ദ്രശേഖർ, അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നതാണ്. പക്ഷേ ഈ 4 പേരുടെയും നിയന്ത്രണത്തിലായിരുന്നില്ല കാര്യങ്ങൾ. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ഒരു DGPയുടെ ജോലി എന്താണ്? ഇത്തരം അപമാനങ്ങളൊക്കെ വന്നു ചേരുന്നത് DGPയിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പലപ്പോഴും എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്, ഇത്രയും കഴിവുകെട്ടൊരു ഉദ്യോഗസ്ഥനാണോ എന്ന് പലർക്കും ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ലേ കാര്യങ്ങൾ? അവർക്ക് ഈ അപമാനമെല്ലാം ചെന്നെത്തുന്നത് അവരുടെ നേർക്കല്ലേ? ഇപ്പൊ ഈ രവദസാറൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പോലീസിലില്ല. അപ്പൊ എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ധാരണയില്ല. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന പറഞ്ഞ ചിലരുടെ കാലത്തൊക്കെ പറഞ്ഞ പോലെ ഒരു ഡമ്മി എന്നുള്ള നിലയ്ക്കാണ് അവിടെ ഇരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പൊ ഹോം മിനിസ്റ്റർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെ
ആരോഗ്യ തീരുമാനങ്ങൾ എടുക്കുന്നു, ആരോഗ്യം നടപ്പിലാക്കുന്നു. അതായത് കൃത്യമായിട്ടൊരു ഫോക്കസ് തന്നെ ഉണ്ടായിരുന്നു. അവരാണ് തീരുമാനിച്ചിരുന്നത്. അതിലിപ്പോൾ ഒരാളെ നമുക്കറിയാം, അയാളുടെ അച്ഛൻ ജയിലിൽ പോകേണ്ട സാഹചര്യം. അപ്പൊ അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞപ്പോ ഒരു സംഭവം എന്ന് വെച്ചാൽ പുതിയ SI-മാരുടെ നിയമനം വന്നു. അവരെ ജില്ലകളിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള വനിതാ SI-മാരൊക്കെ പോയിട്ട് പറയുന്നു, സാർ ഞങ്ങൾക്ക് അടുത്തുള്ള ജില്ലകൾ, അതായത് ഇപ്പൊ ഒരു ആലപ്പുഴക്കാരാണെങ്കിൽ എറണാകുളം വരെയോ, ഇപ്പം കണ്ണൂരുള്ളവരാണെങ്കിൽ കോഴിക്കോട് മലപ്പുറം വരെ ഒക്കെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, സ്വന്തം ജില്ലയിൽ കൊടുക്കരുതെന്നല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പോയി കണ്ടവരെ മുഴുവൻ ആലപ്പുഴക്കാരെ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ഒക്കെ ഇടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ പലപ്പോഴും തിരിച്ചടി വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട്. ഈ കർമ്മ തിരിച്ചടിക്കുന്നത് അതുപോലെ നമുക്ക് പറയാം. അതെ. അപ്പോൾ എന്തായാലും ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. താങ്കൾ 1-2 പേരുടെ കരട് മാത്രമല്ല, കണ്ണിലെ കരട് മാത്രമല്ല, ഒരുപാട്, ഞാൻ പറഞ്ഞത് പൊതുജനങ്ങളെ അല്ല, പോലീസിലെ പലരുടെയും കണ്ണിലെ കരടാണ്. തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഉമേഷ് വള്ളിക്കുന്നിലിനെതിരെ പ്രതികാര നടപടി എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ പുറത്തുള്ള ഉമേഷ് വള്ളിക്കുന്നിലിനെതിരെ പ്രതികാരം ചെയ്യാൻ പറ്റുന്നത് എളുപ്പമല്ല. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും അത് കാണും. താങ്കൾ വീണ്ടും പോരാട്ടം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഭയമുണ്ടോ? അതായത് വേറെ ഏതെങ്കിലും കേസിൽ പെടുത്തുമെന്നോ? കാരണം പോലീസിലായതുകൊണ്ട് അങ്ങനെ മുമ്പ് പലർക്കും പറ്റിയിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഭയം ഇല്ല, പക്ഷെ വരും. തീർച്ചയായിട്ടും കള്ളക്കേസുകൾ എനിക്കെതിരെ വരും, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ കൊല്ലപ്പെടും, അതിനൊക്കെ സാധ്യതയുണ്ട്. ഉറപ്പാണ്. അതിലൊരു സംശയമില്ല. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെ. കാരണം അത്രയ്ക്ക് പക ഇവർക്ക് ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ എനിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടോ ട്രാൻസ്ഫർ ചെയ്തിട്ടോ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇനി അടുത്ത ഘട്ടം തീർച്ചയായിട്ടും കള്ളക്കേസുകളായിരിക്കും. കേസുകൾ എടുക്കുകയും ചിലപ്പോൾ ഇവനെ ജയിലിൽ ഇടാന്നുള്ളതും, ചിലപ്പോൾ പോലീസിൽ നിന്ന് മർദ്ദനം വരെ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉന്മൂലനം എന്ന് പറഞ്ഞ സാധനം അതിനും സാധ്യതയുണ്ട്. കാരണം ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, നമ്മളിപ്പോ നാളെ വെട്ടിക്കൊന്നു, അന്വേഷിക്കേണ്ടതും പോലീസ് തന്നെ ആയിരിക്കും. ആരാ തെളിവുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒന്നുമില്ല. അങ്ങനെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഉമേഷ് വള്ളിക്കുന്ന് നാളെ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉമേഷ് വള്ളിക്കുന്ന് ഒരിക്കലും തൂങ്ങി മരിച്ചിട്ടായിരിക്കില്ല. ഇപ്പം നമ്മളിപ്പോ നവീൻ ബാബുവിനെ പറയുന്നത് പോലെ ഉമേഷ് വള്ളിക്കുന്ന് ഒരിക്കലും തൂങ്ങി മരിച്ചതായിരിക്കില്ല. അതുപോലെ ഉമേഷ് വള്ളിക്കുന്നിന്റെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും ഉമേഷ് വള്ളിക്കുന്ന് പോയിട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കില്ല. അതിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു. അത്രയ്ക്കൊന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു, അതിനതിജീവിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ജീവിതത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, മുന്നോട്ട് പോകാവുന്ന സാഹചര്യം തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും. കാരണം താങ്കളുടെ ഈ ഒരു പോരാട്ടം ഒരുപാട് പേരെ, കാരണം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചെന്ന് കയറാനുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചെന്ന് കയറാനുള്ള ഒരു അഭയ കേന്ദ്രമായിരുന്നു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു അറിയാലോ, ഒരു ധൈര്യമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പോയിട്ട് കാര്യമില്ല. അതിനൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് പോലീസിലുള്ള വിശ്വാസം സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആകെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എപ്പോഴും എതിർക്കുന്നവരെയും എതിർ ശബ്ദമുയർത്തുന്നവരെയും ഏത് സമയത്തും ഏത് കേസിലും പെടുത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതിന് പോലീസ് സേനയെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. എന്തായാലും പോരാട്ടം തുടരട്ടെ. പക്ഷേ താങ്കളുടെ ആ ഒരു സ്വരം നിരവധി പ്രതിധ്വനികൾ അത് ഈ പോലീസ് സേനയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാട്ടത്തിന് എന്തായിരുന്നാലും എല്ലാവിധ ആശംസകളും പിന്തുണയും. നമസ്കാരം. താങ്ക് യു.